കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൃപയുടെ ഒരു വലിയ മണിക്കൂറായിട്ട് ഇത് മാറട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. ദൈവകരങ്ങളിലെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാ സഹനങ്ങളെയും, നമ്മെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും, വേദനകളെയും, ദുരിതങ്ങളെയും, കഷ്ടപ്പാടുകളെയും, തകർച്ചകളെയും എല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിൽ, ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിന്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാം യേശുവിന്റെ ക്രൂശിൽ നൽകൂ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് അച്ഛൻ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ കർത്താവിൻ്റെ പെസഹായുടെ ഈ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവ് സഭയിലൂടെ നൽകുന്ന ഒരു വലിയ വചനം നമുക്ക് ധ്യാനിക്കാം. 1 കൊറിന്തോസിൻ്റെ 11 അധ്യായം 27 മുതൽ വചനം. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ വിധിക്കുകയും ശിക്ഷണ വിധേയരാക്കുകയും ചെയ്യുന്നു. അത് ലോകത്തോടൊപ്പം നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ അന്യോന്യം കാത്തിരിക്കുകയും വിശപ്പുള്ളവൻ വീട്ടിലിരുന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മേളനം ശിക്ഷാവിധിക്ക് ഉപകരിക്കുകയുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിക്കൊള്ളാം. ഈ വചനം തുടങ്ങുന്നതിന് മുമ്പ് പൗലോസ്ലീഹ സഭയ്ക്ക് നൽകുന്ന, കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന ഒരു വചനമുണ്ട്. ഇതിനോട് ചേർന്നുള്ള വചനം 1 കൊറിന്തോസ് 11:23 മുതൽ 26 വരെയുള്ള വചനം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യമിതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം, കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ കുർബാന. ലോകാവസാനം വരെ നമ്മളോട് കൂടിയായിരിക്കുവാൻ കർത്താവ് അന്ത്യ അത്താഴവേളയിൽ പരിശുദ്ധ കുർബാന എന്ന വലിയ രഹസ്യം സ്ഥാപിച്ചു. ഈശോ മിശിഹായുടെ പരസ്യജീവിതം, ഈശോ മിശിഹായുടെ പീഡാനുഭവം, കുരിശുമരണം, സംസ്കാരം, ഉത്ഥാനം, ഇവ മുഴുവൻ ആചരിക്കുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന. സഭയുടെ ശക്തി കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. കുർബാനയില്ലെങ്കിൽ സഭയില്ല. ലോകത്തിൽ തിരുസഭ ഒരുമിച്ച് നിൽക്കുന്നത് ഒരൊറ്റ കാരണം, അത് കർത്താവിൻ്റെ ബലിപീഠത്തോട്
അല്ലെങ്കിൽ അന്ത്യത്താഴ മേശയോട് ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അവിടെയാണ് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സംഭവം. അതുകൊണ്ടാണ് ഈ സഭയെ ആർക്കും തകർക്കാൻ, ഭിന്നിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം സഭ ഒരുമിച്ച് കൂടുന്നത് ആ കൂട്ടായ്മയുടെ കേന്ദ്രം ബലിയർപ്പണം, ബലിയർപ്പണമാണ്, പരിശുദ്ധ കുർബാനയാണ്. അപ്പം അതിൽ നിന്ന് മാറി ഒന്നും സഭയെ ഒരിക്കലും കുർബാനയിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. വേറൊന്നായിട്ട് ചിന്തിക്കാം. സഭയാകുന്നത് തന്നെ പരിശുദ്ധ കുർബാനയിലൂടെ മാത്രമാണ്. അപ്പം ആ കുർബാനയോടുള്ള ഒരുവൻ്റെ ബന്ധം, ആഴമുള്ള ബന്ധം, അതാണ് ആ വ്യക്തിയെ വിശുദ്ധിയിലേക്കും കൃപയിലേക്കും എല്ലാം വളർത്തുന്നത്. കാരണം അവിടെ ആ ബലിയിൽ പങ്കെടുക്കുന്നത് വെറുതെ നാം ഒരു കർമ്മത്തിന് പോയിട്ട് അപ്പം ഭക്ഷിക്കലല്ല അതിൻ്റെ ഒരു കർമ്മം. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ജീവിതം, ഈശോ മിശിഹായുടെ പരസ്യജീവിതം, ഈശോ മിശിഹായുടെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഇത് മുഴുവനും ആചരിക്കുന്നു, ധ്യാനിക്കുന്നു, അനുഭവിക്കുന്നു, സ്വന്തമാക്കും. അതാണ് ആ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹത. സഭ വളർന്ന മുഴുവൻ ഈ കുർബാന കൊണ്ടാണ്. കുർബാനയില്ലെങ്കിൽ സഭയ്ക്ക് വളരാൻ പറ്റത്തില്ല, വളരുകയില്ല. സഭയെ ഒരിക്കലും തകർക്കണമെന്നുണ്ടെങ്കിൽ ബലിപീഠം തകർത്താൽ മതി. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പറയും, നിരന്തര ദഹനബലി നിർത്തലാക്കുന്നത്. അത് കുർബാന നിന്ന് കഴിയുമ്പോഴാണ്. പക്ഷേ ഇന്ന് ആളുകളിൽ കൊറോണ എന്നുള്ള വലിയ പകർച്ചവ്യാധി ലോകത്തിൽ വന്നപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കുർബാന നിന്നിട്ടില്ല, ഒരിക്കലും കുർബാന നിന്നിട്ടില്ല, കുർബാന നിൽക്കാനും പറ്റില്ല. പക്ഷെ കുർബാന നമുക്ക് പങ്കെടുക്കാൻ പോകാൻ പറ്റിയില്ല, സാധിച്ചില്ല, നേരിട്ട് പോയി ദേവാലയത്തിൽ പോയി ചെയ്യാൻ പറ്റിയില്ലെന്നും. അത് പക്ഷേ ആ ബലി നിന്നിട്ടില്ല, ബലി നിൽക്കുകയുമില്ല. കാരണം ആ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ആ കൃപ അതേപടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല അതിൽ സഭാമക്കൾ ഒരുപക്ഷെ ആ സമയങ്ങളിൽ വന്ന് നേരിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അരൂപിയിൽ അത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ വരപ്രസാദം, ആ ബലിയുടെ വരപ്രസാദം, കൃപകൾ അതിൻ്റെ പൂർണ്ണതയെ തന്നെ ഓരോ സ്ഥലത്തിരിക്കുന്ന മക്കൾക്കും ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ കുർബാനയാണ് എല്ലാത്തിൻ്റെയും ശക്തി കേന്ദ്രം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീവിതം വളരണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും ബന്ധപ്പെടേണ്ടതും ബലിപീഠത്തോടാണ്, പരിശുദ്ധ കുർബാനയോടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ 84-ാമത്തെ അധ്യായത്തിൽ 84-ാം അധ്യായം മുഴുവൻ തന്നെ ദേവാലയത്തെക്കുറിച്ചും ബലിപീഠത്തെക്കുറിച്ചുള്ള വചനമാണ്. സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം! എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ച് തളരുന്നു. എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ പറയുന്നത് പക്ഷികൾ പോലും അതുങ്ങളുടെ കൂടുകൾ അത് നിർമ്മിക്കുന്ന ബലിപീഠത്തിൻ്റെ അടുക്കൽ നിർമ്മിച്ചിരുന്നു. അപ്പം അതുപോലെ അതിൻ്റെ സങ്കേതസ്ഥലമായിട്ട്, വിശ്രമസ്ഥലമായിട്ട്, സുരക്ഷിതമായ സ്ഥലം. ഒരു പക്ഷി അതിൻ്റെ ഒരു കൂട് വെക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അത് വെക്കുന്നു. ശത്രുക്കൾ ആക്രമിക്കരുത്, മറ്റ് പക്ഷികൾ ആക്രമിക്കരുത്, ജന്തുക്കൾ ആക്രമിക്കരുത്. അതുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് ആണത് വെക്കുന്നത്. ഇവിടെ പറയാണ്, ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഈ പക്ഷികൾ കൊണ്ടുവന്ന് കൂടുവെക്കുമ്പോൾ അത് കാണുന്ന സങ്കീർത്തകൻ പറയാണ്, ആ പക്ഷികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായിട്ട് കണ്ടുമുട്ടിയത് ബലിപീഠമാണ്, ദേവാലയമാണെന്ന് പറയുകയാണ്. അതുപോലെ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ സുരക്ഷിതത്വം സുരക്ഷിതത്വം കിട്ടുന്നത് ആ ബലിപീഠത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവിൻ്റെ കാൽവരി കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കുന്നത്.
സഭയിലെ മാമോദിസ സ്വീകരിച്ച് അംഗങ്ങളായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് സുരക്ഷിതമായിരിക്കണമെങ്കിൽ അത് ബലിപീഠത്തോട് ബന്ധപ്പെട്ട് കഴിയണം. കുരുകിൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു സങ്കേതം ആ ബലിപീഠത്തിലെ ദേവാലയത്തിൽ കണ്ടുവെത്തുന്നത് പോലെ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം, തൻ്റെ മക്കളുടെ സുരക്ഷിതത്വം അത് മുഴുവൻ നിൽക്കുന്നത് ബലിപീഠത്തോടും പരിശുദ്ധ കുർബാനയോടും ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ്. അതാണ് ആ വചനത്തിൻ്റെ ആഴമുള്ള അർത്ഥം. വീണ്ടും പറയുകയാണ്, അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥിയുണ്ട്. ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനെ കടാക്ഷിക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ്. അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുകയില്ല. സൈന്യങ്ങളുടെ കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടെ പറയുകയാണ്, ആ ദേവാലയത്തിൽ അന്യസ്ഥലത്ത് 1000 ദിനങ്ങൾ കഴിയുന്നതിനേക്കാൾ ദൈവമേ അങ്ങയുടെ ആലയത്തിൽ ഒരു നിമിഷം, ഒരു ദിവസം ആയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവജനത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ കേന്ദ്രം ബലിപീഠമാണ്, പരിശുദ്ധ കുർബാനയാണ്. സഭ തന്നെ ആ കുർബാനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ബലിയർപ്പണം. അതുകൊണ്ടാണ് മാർപ്പാപ്പയ്ക്ക് ഇത്രമാത്രം സ്ഥാനം. അല്ലെങ്കിൽ ഈ മെത്രാന്മാർക്ക് ശ്ലൈകിക അധികാരം നിൽക്കുക, അത് മുഴുവൻ നിൽക്കുന്ന ബലിപീഠത്തിൽ നിന്ന്. എല്ലാ ഖുദാസുകളുടെയും ഉത്ഭവസ്ഥാനം കർത്താവിൻ്റെ ബലിപീഠമാണ്. ദേവാലയം, ബലിപീഠം, അവിടെ നിന്നാണ് എല്ലാ കൃപാവരങ്ങളും, കൃപയുടെ നീർച്ചാലുകളെല്ലാം ഒഴുകുന്നത് ബലിപീഠത്തിൽ നിന്നാണ്. ഓരോ കൂദാസുകളും ഒഴുകുന്നതും കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന്. ആ ബലിപീഠം നമ്മുടെ കർത്താവ് കുരിശിൽ രക്തം ചിന്തി മരിച്ച കാൽവരിക്ക് സമാനമാണത്. അന്ത്യത്താഴത്തിൻ്റെ മേശയാണത്. സ്വർഗപിതാവിൻ്റെ സിംഹാസനമാണത്. പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടമാണ്. സ്വർഗം മുഴുവൻ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. സ്വർഗീയ മന്ന വരുന്ന സ്ഥലമാണ്. ഓരോ ദിവസവും ദൈവജനത്തിന് വേണ്ട സ്വർഗീയ അപ്പം വരുന്ന സ്ഥലമാണ് ബലിപീഠം. അപ്പോൾ ആ ബലിപീഠം ധ്യാനിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവന് ഒരിക്കലും ആത്മീയ അപകടങ്ങൾ ഉണ്ടാകില്ല. ചില പാപത്തിൻ്റെ വഴിയിലൊക്കെ പോകുന്ന മക്കളൊന്നും ചെയ്യും, അവർക്കെല്ലാം അപകടം ഉണ്ടാകാൻ കാരണം ഈ പരിശുദ്ധ കുർബാനയോട്, ബലിപീഠത്തോടുള്ള ബന്ധം മുറിച്ചത് കൊണ്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അതിനെതിരെ സംസാരിക്കും, ബലിപീഠത്തിനെതിരെ, ദേവാലയത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മീയ ജീവൻ തകരുക. ചിലപ്പോൾ ചില ആളുകളുണ്ട് ദേവാലയത്തിലൊക്കെ ബഹുമാനം കാണും, പക്ഷേ ദൈവജനത്തെ ഒരുപാട് ഉപദ്രവിക്കുക. അപ്പം അതിൻ്റെ കാരണം ശരിക്കും ആ ബലിപീഠത്തിൽ ബലിയർപ്പണം നടക്കുക, അതിൻ്റെ മഹാത്മ്യം, അവിടെ നടക്കുന്ന കൃപയുടെ പ്രവർത്തനം, അവിടെ നടക്കുന്ന കർത്താവിൻ്റെ കുരിശിലെ ബലിയർപ്പണത്തിൻ്റെ ആവർത്തനം, അല്ലെങ്കിൽ അന്ത്യത്താഴത്തിൻ്റെ അതൊന്നും മനസ്സിലില്ല. ഒരു കർമ്മമായിട്ട് പോയി പങ്കെടുത്ത് കഴിഞ്ഞ് കിട്ടത്തില്ല. പ്രിയപ്പെട്ട മക്കൾ, വീണ്ടും അച്ഛൻ പറഞ്ഞു വരുന്നത്, ആ ബലിപീഠത്തോട്, അൾത്താരയോട് എൻ്റെ ആത്മീയ ജീവിതം ഐക്യപ്പെട്ടിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് സുരക്ഷിതത്വം ലഭിക്കൂ. ഇവിടെയാണ് കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് ലേഖനം പറയുകയാണ്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്ത്. അങ്ങനെ നിങ്ങൾ ചിലരൊക്കെ ദുർബലരായും ചിലർ പെട്ടെന്ന് മരിച്ചു പോലും പോയിട്ടുണ്ടെന്ന് പൗലോസ് ലേഖനം പറയുക. അവിടെ ഒരു അർത്ഥം കൂടിയുണ്ട്. അവിടെ ഈ ശരീരം എന്നുദ്ദേശിക്കുന്നത് പരിശുദ്ധ കുർബാന എന്നുള്ള ദ്വികാരണി അപ്പം മാത്രമല്ല, സഭയാകുന്ന ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത്. സഭയിലുള്ള ദൈവജനം, അത് സഭ തന്നെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. ശരിക്കും ഒരു ബലിയർപ്പണം കഴിയുമ്പോൾ നാം ഓരോരുത്തരും ദിവികാരനെ അപ്പമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ സഭ തന്നെ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം മറുരൂപമായിട്ട് നിൽക്കുകയാണത്. അപ്പോൾ ആ സഭയോടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട. അയോഗ്യതയോടെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും, അവിടെ അയോഗ്യത എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്നുണ്ട് അത്താഴ വിരുന്നിൽ ഭിന്നിപ്പെന്നുള്ളു. ഭിന്നതയാണ് ഏറ്റവും വലിയ അയോഗ്യത. ബലിപീഠത്തിൽ ഈ ഒരു ബലിയിൽ പങ്കെടുക്കാനുള്ള യോഗ്യത സ്നേഹമാണ്. പരസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. അന്ത്യത്താഴ വേളയിൽ ഈശോ മിശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ യൂദാസിന്
ഐക്യമില്ല. അവൻ്റെ ഉള്ളിൽ ഒരു തിന്മയിരിപ്പുണ്ട്, പാപയിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ആ ബലിപീഠത്തിൽ നിന്ന് അവനെ ദ്വികാരുണ്യം ഭക്ഷിച്ചാലും അവന് നിലനിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം, ക്രിസ്തുവിനോട് സഭയോട് വിശ്വസ്തത കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ തിന്മ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പാപാവസ്ഥയിൽ നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പോലും ചിലപ്പോൾ ആധ്യാത്മിക പിതാക്കന്മാർ പഠിപ്പിക്കാറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്തതുകൊണ്ട് സഭയോട് ഐക്യമുണ്ടാകുന്നില്ല. ഇവിടെ ഐക്യമെന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സഭ എന്നത് സ്നേഹത്തിൻ്റെ കൂട്ടം. ഈശോ അന്ത്യത്താഴ് വേളയിൽ യോഹന്നാൻ സുവിശേഷം 13:34-35 വചനം വായിക്കും, കാണാൻ പറ്റും. ഈശോ അന്ത്യത്താഴ് വേളയിൽ പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മുഴുവൻ അറിയുമെന്ന് പറയും. അപ്പം പരസ്നേഹത്തിൻ്റെ കൂട്ടായ്മ. സഭയിൽ ഉണ്ടാകേണ്ടത് ഐക്യമാണ്, സ്നേഹമാണ്. അതുകൊണ്ട് ഉള്ളിൽ പരസ്പര വിദ്വേഷവും പകയും വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാന ബലിയർപ്പണത്തിൽ പങ്കുചേർന്നാൽ അത് മാരകപാപമാണ് എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ ദൈവജനത്തെ പഠിപ്പിച്ച കാര്യം. അവിടെ നിങ്ങളുടെ ഉള്ള ഭിന്നതകൾ എടുത്ത് കളയണം. അവിടെ രണ്ട് തരത്തിലുള്ള തിരിവുണ്ടായിരുന്നു, ധനവാന്മാരും പാവങ്ങളും. ധനവാന്മാർ അവർ വരുമ്പോൾ ഒരുമിച്ച് അവിടെ രണ്ട് കർമ്മമുണ്ട്. ഒന്ന് പരിശുദ്ധ കുർബാനയാകുന്ന അപ്പം ഭക്ഷിക്കും, അതോടൊപ്പം തന്നെ അവരുടെ ഒരു സ്നേഹവിരുന്നും കൂടെ അവിടെ നടത്തപ്പെടും. അപ്പോൾ ഇവിടെ പറയുന്നതാണ്, അവർ വീട്ടിൽ തന്നെ വയറ് നിറച്ച് ഭക്ഷിച്ചിട്ട് വരും. ഇവിടെ ഒരു പാവങ്ങൾ മാത്രം, അത് രണ്ടുപേർ, ഒരു പാവങ്ങളുടെ കൂടെ ധനികരിരിക്കുന്നില്ല, ധനികരുടെ കൂടെ പാവങ്ങളിരിക്കുന്ന ഭിന്നതയുടെ അനുഭവമാണ്. അപ്പോൾ പൗലോസ് പറയും, ഇങ്ങനൊരു ഭിന്നത നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ഇത് ശിക്ഷാവിധിക്ക് കാരണമായി തരും. കാരണം കർത്താവിൻ്റെ അപ്പം മുറിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരിക്കലും ഭിന്നത ഉണ്ടാവും. എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, സ്നേഹത്തിലായിരിക്കണം, ഐക്യത്തിലായിരിക്കണം, കൂട്ടായ്മയിലായിരിക്കണം. അതിൽ നിന്ന് മാറിപ്പോയാൽ അത് മാരകമായ പാപമാണ്, അത് ചെയ്യാൻ പാടില്ല പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭയിൽ നമുക്ക് ആയിരിക്കുമ്പോൾ ആ കൃപ നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ സ്നേഹം ഉണ്ടാകണം. ദൈവത്തോട് സ്നേഹം വേണം, പരസ്പര സ്നേഹം വേണം, കുടുംബത്തിലൊക്കെ സ്നേഹം വേണം. ക്ഷമിച്ചും സഹിച്ചും നമ്മൾ ബലിയർപ്പണത്തിൽ ജീവിക്കണം. നമ്മൾ നല്ല ബലിയുടെ ജീവൻ നയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ബലിപീഠത്തോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബലിപീഠത്തിൽ നിന്ന് എല്ലായിടത്തും നമ്മൾ ദിവ്യകാരനൊക്കെ ഭക്ഷിക്കും, പക്ഷേ ആ ക്രിസ്തുവിനോടുള്ള ആത്മീയ ബന്ധം അതിൽ ആഴപ്പെടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പകയും വിദ്വേഷം എടുത്തു കളയും. യോഹന്നാൻ സുവിശേഷം 13-15 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഈശോ അന്ത്യത്താഴ് വേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? ഈശോ അവിടെ എളിമയുടെ മാതൃക കാണിക്കുന്നു. ഈശോ എത്ര താന്നു കൊടുക്കുക. ശരിക്കും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ഇന്ന് പലപ്പോഴും നമുക്ക് ഐക്യം കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ അഹങ്കാരം എന്ന സ്പിരിറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഞാനെന്ന ഭാവം, എനിക്ക് പണമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ദൈവത്തെ അറിയാം, വിശ്വാസമുണ്ട്, അത്ഭുത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഇതൊന്നും വേണ്ട കാര്യമില്ല. അവിടെ വേണ്ടത് നമ്മൾ ഐക്യമാണ്, സ്നേഹമാണ്. സ്നേഹമെന്ന പുണ്യമില്ലാതെ നമുക്കൊന്നിലും. അതുകൊണ്ടാണ് പൗലോസ് 11 കഴിഞ്ഞിട്ട് 13 വരുമ്പോൾ പൗലോസ് സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറയാം. സഭയായിത്തീരുന്നത് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ പരസ്നേഹത്തിൻ്റെ അനുഭവം ഉണ്ടാകും, എങ്കിലേ പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് വീണ്ടും വെച്ച് ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ബലി നടക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും സ്വർഗത്തു നിന്ന് അപ്പം നൽകപ്പെടുന്നു. ഓരോ വിശുദ്ധ കുർബാനയിലും ക്രിസ്തു നമ്മെ സന്ദർശിക്കാൻ വരുന്നു. ഓരോ പരിശുദ്ധ കുർബാനയും ഏറ്റവും വലിയ ശക്തിയാണ്. സഭയാക്കി മാറ്റുന്ന ബലിപീഠമാണ്. അതുകൊണ്ട് ഈ ബലിപീഠം തകർക്കച്ചാൽ അപ്പോഴാണ് സഭ ഭിന്നിച്ചു പോകുന്നത്. പക്ഷെ ആ ബലിപീഠം ഇന്നേ വരെ തകർന്നിട്ടില്ല, ഇങ്ങോട്ട് തകരുകയില്ല. കാരണം ആ ബലിപീഠം സ്ഥാപിച്ചത് മനുഷ്യനാരുമല്ല, നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ തന്നെ, ഉത്ഥിതനായ ഈശോ മിശിഹാ തന്നെയാണ് ആ ബലിപീഠം സ്ഥാപിച്ചത്. ദൈവജനത്തിന് ഭക്ഷണമായി പാനീയമായി ഈശോ വരികയാണ് ഓരോ ബലിയിലും. അപ്പോൾ ആ ബലിയോട് പൂർണ്ണമായിട്ടും ഐക്യപ്പെടുക. അതിനോടുള്ള ബന്ധം കുറയുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മികത തകർന്നു പോകുന്നത്. ഞാൻ പറയും, ഒരു വ്യക്തിക്ക് വിശുദ്ധനാകണമെങ്കിൽ വേറെ ഒന്നുമല്ല ചെയ്യേണ്ടത്, പരിശുദ്ധ കുർബാന ഏറ്റവും യോഗ്യതയോടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധിയോടെ അർപ്പിക്കുകയും, മുമ്പ് അച്ഛൻ അതിൻ്റെ സങ്കീർത്തനം 84 പറയുന്ന പോലെ കുരുകിൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു സങ്കേതമായിട്ട് ബലിപീഠം ദേവാലയം കണ്ടുപിടിച്ചതുപോലെ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സുരക്ഷിത കേന്ദ്രമായിട്ട് കാണേണ്ടത് ബലിപീഠമാണ് എന്നാണ് പറയുന്നത്. ബലിപീഠമാണ് നിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് വലിയ വരപ്രസാദം, വലിയ കൃപ തരണമേ എന്ന് നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം.